നമസ്കാരം എല്ലാവർക്കും. അപ്പം ഈ ഐറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും പായസമാണ്. പായസമൊന്നുമല്ല ഇത്. സദ്യക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഉണക്കമുന്തിരി. സദ്യക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ മധുരക്കൂട്ട്. ആ മധുരക്കൂട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാലന ഫ്രൂട്ട്സ് എടുക്കുക. പൈനാപ്പിള്, ആപ്പിള്, പപ്പായ, ഉണക്കമുന്തിരി. അതിനെ നല്ലോണം ചോപ്പ് ചെയ്യുക. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മളൊരു ചട്ടി എടുക്കുക. ചട്ടിയോ പാനോ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ പുളി, വാളം പുളിഞ്ഞ് അതിന്റെ വെള്ളം വന്നിട്ട് എടുത്ത് ശകലം വെളിച്ചെണ്ണ ആഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് ഈ പുളിയെ നല്ലോണം ഈ പച്ചമണ മാറി മാറി വരാൻ വേണ്ടിയിട്ട് നല്ലോണം സ്ലോ ഫയലിട്ട് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചോപ്പ് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ് ഇടുക. എന്നിട്ട് അതിനെ ശകലം ശകലം വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് റോസ്റ്റ് ഈ പപ്പായ പൈനാപ്പിൾ എല്ലാം ഉടഞ്ഞ് വന്ന് ആ പരുവത്തിലാകുമ്പോഴത്തേക്കും ശകലം മുളക് പൊടി, ശകലം മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇട്ട് അതും കുറച്ച് നല്ലോണം പച്ചമണം മാറാൻ വേണ്ടി അതും ഒന്ന് വഴറ്റി ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ശകലം നമ്മൾ കായപ്പൊടി ഇടുന്നു. ലാസ്റ്റ് അവസാനം നമ്മൾ തേനിടുന്നു. ഇവനെ ഫിനിഷ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കാൻ പോവാണ് ഐറ്റം. പുള്ളി ഉറപ്പായിട്ട് ഉള്ളത് പറയാം കേട്ടോ. പുള്ളി പറയാം. വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ ഒരു കല്യാണ സദ്യയിലൊക്കെ കഴിക്കുന്ന ഒരു ഫീലുണ്ട്.